പീരുമേട് ടീ കമ്പനി ഉടമ ഉപേക്ഷിച്ചു പോയിട്ട് നാളെ 24 വർഷം പൂർത്തിയാകും. 2000 ഡിസംബർ 13-നാണ് തോട്ടവും ഫാക്ടറിയും ഉപേക്ഷിച്ച് ഉടമ കടന്നു കളഞ്ഞത്. ഇതോടെ സൗഭാഗ്യങ്ങളിൽ ജീവിച്ച തൊഴിലാളികൾ ദുരിതത്തിലാണ്ടു. കോടതി ഇടപെടലിൽ ഫാക്ടറികൾ പൊളിക്കാൻ തുടങ്ങിയതും തൊഴിലാളികളെ വീണ്ടും കണ്ണീരിലാഴ്ത്തി. ഉടമ ഉപേക്ഷിച്ചു പോയതോടെ കൂട്ടുവീണ പീരുമേട് ടീ കമ്പനി എന്തെങ്കിലും തുറക്കുമെന്ന തൊഴിലാളികളുടെ പ്രതീക്ഷയും അസ്തമിച്ചു. 2000 ഡിസംബർ 13-ന് അടച്ചുപൂട്ടിയ ഫാക്ടറിയാണ് 24 വർഷം പൂർത്തിയാകുമ്പോൾ പൊളിച്ചു നീക്കുന്നത്. ലോണ്ടറി, ചീന്തലാർ എന്നീ തോട്ടങ്ങളിൽ പണിയെടുത്തിരുന്ന നൂറുകണക്കിന് തൊഴിലാളികളുടെ പ്രതീക്ഷകളാണ് ഇതോടെ അസ്തമിച്ചത്. പൂട്ടിയ തോട്ടങ്ങൾ തുറക്കുന്ന കാര്യത്തിൽ സർക്കാർ തലത്തിൽ പലതവണ ചർച്ച നടന്നെങ്കിലും ഒന്നും ഫലം കണ്ടില്ല. തൊഴിലാളികൾക്ക് അർഹമായ ആനുകൂല്യങ്ങൾ വിതരണം നൽകിയാൽ മതിയെന്ന നിലപാടാണ് ട്രേഡ് യൂണിയൻ കൈക്കൊണ്ടത്. എന്നാൽ അത് അംഗീകരിക്കാൻ മാനേജ്മെന്റ് തയ്യാറായില്ല. വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ 2014-ൽ പാട്ടവ്യവസ്ഥ പ്രകാരം തോട്ടം തുറന്നെങ്കിലും അധികം ആയുസ്സുണ്ടായില്ല. തൊഴിലാളിക്ക് കൂലിയും മറ്റാനുകൂല്യങ്ങളും നൽകാനാകാതെ വന്നതോടെ 1.5 വർഷത്തിനു ശേഷം പാട്ടക്കരാറിന് ഉപേക്ഷിച്ചു. ഇതോടെ പീരുമേട് ടീ കമ്പനിക്ക് വീണ്ടും പൂട്ടുവീണു. ഇപ്പോൾ തോട്ടത്തിന് നാഥനില്ലാതായിട്ട് 24 വർഷം നാളെ പൂർത്തിയാകും. പീരുമേട് ടീ കമ്പനി ഉടമ ഉപേക്ഷിച്ചതായിട്ട് ഇന്ന് ഡിസംബർ 13 24 വർഷം പൂർത്തിയാകും. എന്നാലും വളരെ വേദനാജനകമാണ് നമ്മുടെ ഈ ഫാക്ടറിയെ സംബന്ധിച്ച് വിളിച്ചുകൊണ്ട് പോകുന്നത്. നിരവധി കുടുംബങ്ങൾ ഇത് ആശ്രയിച്ച് കഴിഞ്ഞിട്ടുള്ളതാണ്. ഒരു ചരിത്ര സ്മാരകമായിട്ടുള്ള ഇതാണ്. ഒരുപക്ഷെ എന്ന് പറഞ്ഞാൽ പീരുമേട് താലൂക്കിലെ ഏറ്റവും വലിയ ഒരു ഫാക്ടറികളിൽ ഒന്നാണ് ഈ ഇപ്പം പൊളിച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും 24 കൊല്ലമായിട്ട് പൂർത്തിയാകുന്ന ഇതിൻ്റെ അകത്ത് ഒരു ഇവിടുത്തെ ആൾക്കാരെ സംബന്ധിച്ച് 191 പേരെന്ന് പറഞ്ഞാൽ തോട്ടം ലയൻസിൻ്റെ ഇപ്പോഴും ഗ്രാറ്റുവിറ്റിയും മറ്റാനുകൂല്യം കിട്ടാതെ കഴിഞ്ഞു കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ എല്ലാം മുന്നോട്ടുള്ള പരിഹാരം ഉണ്ടാകുന്നുള്ള പ്രതീക്ഷയും അതിൽ പുനരധിവാസം അടക്കമുള്ള കേസെല്ലാം ഒരു ചോദ്യചിഹ്നമായിട്ട് അവശേഷിക്കുന്ന സമയത്താണ് 24ാമത്തെ നമ്മുടെ ഈ വാർഷികം എന്ന് പറയാൻ പറ്റുന്നെങ്കിലും അത് അടഞ്ഞു കിടക്കുന്ന 24 മണിക്കൂർ പൂർത്തിയാകുന്നത്. 2018-ൽ നടന്ന ചർച്ചയിൽ തോട്ടം തുറക്കാൻ സർക്കാർ തീരുമാനിച്ചെങ്കിലും തുടർ നടപടികൾ ഉണ്ടായില്ല. കഴിഞ്ഞ ജൂണിൽ തൊഴിലാളികൾക്ക് ലഭിക്കാനുണ്ടായിരുന്ന ആനുകൂല്യം വിതരണം ചെയ്യാൻ കോടതി വിധിയും ഉണ്ടായി. അന്നുണ്ടായിരുന്ന തൊഴിലാളികളിൽ ഭൂരിഭാഗത്തിനും പെൻഷൻ പ്രായമാകുകയും പലരും മരിക്കുകയും ചെയ്തു. അനാഥമായി കിടന്ന ഫാക്ടറിയിൽ ലക്ഷക്കണക്കിന് രൂപയുടെ ഉപകരണങ്ങളാണ് ഉണ്ടായിരുന്നത്. യാതൊരു സംരക്ഷണവും ഇല്ലാതെ കിടന്ന യന്ത്രങ്ങൾ അപഹരിക്കപ്പെട്ടു. അവശേഷിക്കുന്നവ തുരുമ്പ് പിടിച്ച് നശിക്കുകയും ചെയ്തു. കോട്ടേഴ്സ്, ഗ്രൂപ്പ് ഹോസ്പിറ്റൽ തുടങ്ങിയ ഉൾപ്പെടെയുള്ള എല്ലാ കെട്ടിടങ്ങളിൽ നിന്നും എടുക്കാവുന്ന വസ്തുക്കളെല്ലാം മോഷ്ടാക്കൾ കടത്തി. ഉടമ കമ്പനി ഉപേക്ഷിക്കുമ്പോൾ 1300 സ്ഥിരം തൊഴിലാളികളും അത്രയും താൽക്കാലിക തൊഴിലാളികളുമാണ് തോട്ടത്തിൽ ജോലി ചെയ്തിരുന്നത്. ആ സമയത്ത് 3 വർഷത്തെ ബോണസ്, 8 മാസത്തെ ശമ്പള കുടിശ്ശിക ഉൾപ്പെടെ ലക്ഷങ്ങൾ ബാക്കിയാക്കിയാണ് ഉടമ രായ്ക്ക് രാമായണം പാലായനം ചെയ്തത്. KK ജയകുമാർ, ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതല.